നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ബാഗ്പത് പോലീസിന് വലിയ വിജയം. ഒരു സ്വകാര്യ ബസ്സിൽ നിന്ന് വൻ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഈ ബസ്സിൽ 200 കിലോ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു. ഈ കേസിൽ 2 കള്ളക്കടത്തുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ ഖേക്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. ഡൽഹിയിലേക്ക് വലിയൊരു ചരക്ക് കൊണ്ടുപോകുന്നതായി ഒരു വിവരദാതാവിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിനുശേഷം NH 709B-യിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി പോലീസ് പരിശോധന നടത്തി. പരിശോധനയിൽ ബസിന്റെ സീറ്റുകൾക്കും കമ്പാർട്ട്മെന്റുകൾക്കുമിടയിൽ ഒളിപ്പിച്ച നിലയിൽ 200 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത്. പോലീസ് ഉടൻ തന്നെ ബസ് പിടിച്ചെടുക്കുകയും ഈ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച 2 പേരെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹാപ്പൂർ സ്വദേശിയായ ഉസൈർ, മീററ്റ് സ്വദേശിയായ ഷാനവാസ് എന്നിവരാണ് ഈ കേസിൽ അറസ്റ്റിലായ പ്രതികൾ. ബാഗ്പത് പോലീസ് ഒരു പത്രക്കുറിപ്പിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നും ആർക്കാണിത് വിതരണം ചെയ്യേണ്ടതെന്നുമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുസാഫർ നഗറിലെ ചാർത്തവലയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ബസ് എന്ന് പോലീസ് പറഞ്ഞു. ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ജാഗ്രത പാലിച്ചു. വിഷയം ഗൗരവമായി അന്വേഷിച്ചു വരികയാണെന്നും ഈ സ്ഫോടക വസ്തു എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. ഈ വാർത്തയ്ക്ക് താഴെ UP സർക്കാരിനും പോലീസിനും അഭിനന്ദനങ്ങളും കയ്യടിയുമാണ്. UPയിലെ ക്രമസമാധാനം മുമ്പത്തെക്കാളും ശക്തമാണെന്ന് യോഗി പോലീസ് വീണ്ടും തെളിയിച്ചു. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. യോഗി ജിഹാദ് ഫാക്ടറികളെ ജയിൽ ഫാക്ടറികളാക്കി മാറ്റുന്നു. പേരുകൾ ഒരേ സമുദായത്തിൽ നിന്നുള്ളതാണ്. എല്ലാ ഭീകരവാദ കേസുകളിലും ദേശവിരുദ്ധ കേസുകളിലും ഈ സമുദായം എന്തിനാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ചിലർ ഉയർത്തുന്നുണ്ട്. ഇന്നലെ UPയിൽ മാത്രമല്ല പഞ്ചാബിലും കാശ്മീരിലും ഭീകരവിരുദ്ധതയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരസംഘടനയുടെ പിന്തുണയോടെ ഭീകരാക്രമണ പദ്ധതി പഞ്ചാബ് പോലീസ് പൊളിച്ചു. ഒരാൾ അറസ്റ്റിലായി. 4 ഗ്രനേഡുകളും RDX സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. രവീന്ദർ പാൽ സിംഗ് എന്നയാളാണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി. UK ആസ്ഥാനമായ ഖലിസ്ഥാൻ ഭീകര സംഘടന ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ ഭീകരൻ നിഷാന്ത് സിംഗ് ആണ് മുഖ്യ സൂത്രധാരകൻ എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇയാൾ പാക് ചാര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയത്. അമൃത്സർ ഹൈവേയിൽ റോഡരികിലെ കുറ്റിക്കാട്ടിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ജമ്മു കാശ്മീരിൽ എല്ലാ സർക്കാർ ഓഫീസുകളിലും പെൻഡ്രൈവുകൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഔദ്യോഗിക വിവരങ്ങളും മറ്റു രേഖകളും വാട്സാപ്പിൽ കൈമാറുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവും പുറപ്പെടുവിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്ന സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി. സോഷ്യൽ മീഡിയ ഉപയോഗം സൈബർ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. പാക് ചാര സംഘടനകൾ ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ ചോർത്താത്ത വിധത്തിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കാനും സുരക്ഷാസ്ഥിതി മെച്ചപ്പെടുത്താനുമാണ് പുതിയ നീക്കം ലക്ഷ്യമിടുന്നത്. സെക്രട്ടേറിയറ്റ്, ജമ്മുവിലെയും ശ്രീനഗറിലെയും എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സർക്കാർ വകുപ്പുകൾ, എല്ലാ ജില്ലകളിലെയും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പെൻഡ്രൈവുകൾ നിരോധിച്ചത്. ഔദ്യോഗിക വിവരങ്ങൾ കൈമാറുന്നതിന് വാട്സാപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. നിർണായക വിവരങ്ങളുടെ ആധികാരികത ഉയർത്തുന്നതിനും സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിനും വാട്സാപ്പ് പോലെയുള്ള ഓൺലൈൻ ആപ്പുകളോ സുരക്ഷിതമല്ലാത്ത മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നതും നിരോധിച്ചതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വലിയ തോതിൽ സൈബർ ആക്രമണങ്ങളാണ് നടന്നത്. കൂടാതെ ഔദ്യോഗിക ആപ്പുകൾ ഹാക്ക് ചെയ്യാനുള്ള ശ്രമവും നടന്നു. പല ആപ്പുകളുടെയും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.